പൊതുവിതരണ സംവിധാനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തി. 18 ലക്ഷം രൂപയുടെ ദുരൂഹ ഇടപാടുകളാണ് കണ്ടെത്തിയത്. വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി ഭക്ഷ്യവസ്തുക്കൾ തിരിമറി നടത്തിയതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചു. സംസ്ഥാനത്തെ 14 സപ്ലൈകോ NSFI ഗോഡൌണുകളിലും 54 റേഷൻ കടകളിലുമാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ ഭക്ഷ്യസുരക്ഷ എന്ന പേരിലായിരുന്നു മിന്നൽ പരിശോധന. ലക്ഷങ്ങളുടെ ഇടപാടുകളും വ്യാപകമായ ക്രമക്കേടുകളുമാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. 6 സപ്ലൈകോ ഗോഡൌൺ ഉദ്യോഗസ്ഥരും 5 റേഷൻ ഉടമകളും 18.22 ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത്. ഇടപാടുകളെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി പറയാൻ ഇവർക്കായിട്ടില്ല. പരിശോധന നടത്തിയ 14 ഗോഡൌണുകളിലും 25 റേഷൻ കടകളിലും സ്റ്റോക്കിൽ ഗണ്യമായ വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ പേരിൽ വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി ഭക്ഷ്യസാധനങ്ങൾ മറിച്ചുവിറ്റതിന്റെയും ഗൂഗിൾ പേ വഴി ഇടപാടുകൾ നടത്തിയതിന്റെയും തെളിവുകളും ലഭിച്ചു. കൈക്കൂലിയും അഴിമതിയും തടയാൻ നടപ്പിലാക്കുന്ന പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന മിന്നൽ പരിശോധനകൾ തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.